പറ്റി പറഞ്ഞ വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഇടവിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള സൗകര്യം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആശംസകൾ നേർന്നുകൊണ്ട് ടി.കെ. ജോസ് സാറ് ഇക്കാലവും ആക്ഷൻ റിസർച്ചിൻ്റെ ആളാണ്. ഞങ്ങൾ തമ്മിലൊരു 38 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ഞാൻ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് എൻ്റെ 27ാമത്തെ വയസ്സിൽ വന്നപ്പോൾ അന്ന് നല്ല സൗകര്യമുള്ളൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വലുതായിട്ടൊന്നും കോളേജിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എത്ര സ്ഥലമുണ്ട് ഈ കോളേജ് നിൽക്കുന്ന സ്ഥലം? 410 ഏക്കർ. ഇതിനകത്തൊരു 10,000 തെങ്ങിന്തൈ വെച്ചുകൂടെ, അല്ലെങ്കിൽ മറ്റു മരങ്ങൾ വെച്ചുകൂടെ? എന്താ കാരണം? ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത്, അന്ന് അസിസ്റ്റന്റ് കളക്ടറായിട്ട് കോഴിക്കോടുള്ളപ്പോൾ ഞങ്ങളുടെ ഡിസ്കഷനിൽ ഞാൻ പറയും, അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിന് കേരള സർക്കാരാണ് കാശ് തരുന്നത്, സാലറി പലപ്പോഴും കിട്ടാനായിട്ട് പ്രയാസങ്ങളൊക്കെ വരുന്നു. എന്നാൽ 10,000 തെങ്ങ് വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ നല്ല തരം തൈകൾ വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് മാറ്റം വരും. 5 വർഷം കൊണ്ട് കായ്ച്ചു, പിന്നെ ഏതാനും വർഷങ്ങൾ കൊണ്ട് മാറ്റം വരുത്തിക്കൂടെ? ഏതായാലും ഞാൻ അങ്ങ് അനുസരിച്ചു. അവിടെ തെങ്ങ് തൈ വെച്ചു, തെങ്ങ് കായ്ച്ചു. 5 വർഷമായി. 5.5 വർഷമായപ്പോൾ എനിക്ക് ജോലി വേറെ ശ്രീചിത്രയിലോട്ട് ഇങ്ങോട്ട് വന്നു. ഏതായാലും അവിടുത്തെ ആ തെങ്ങുകൾ, അപ്പോൾ ഞാൻ പറഞ്ഞത് ടി.കെ. ജോസ് സാറിൻ്റെ ആക്ഷൻ റിസർച്ചിൻ്റെ ആളാണെന്ന് വന്നിരിക്കുന്നത്. നിങ്ങളത് കേട്ടു. നിങ്ങൾക്ക് പല സംശയങ്ങളും ക്വിക്കായിട്ട് ചോദിക്കുകയും ചെയ്യാം. ഞാൻ ഇനിയും ഉണ്ണിത്താൻ സാറ് വിളിക്കപ്പോഴും വിളിക്കാതെയോ ഒക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും, ഇവിടെയൊക്കെ തന്നെ വരാം. അപ്പോൾ നമുക്ക് കൂടുതൽ സമയവും എല്ലാം കിട്ടും അടുത്ത് മനസ്സിലാക്കാനായിട്ടെല്ലാം. കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ടി.കെ. ജോസ് സാർ തന്നെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ വരുത്തിയ പരിഷ്കാരങ്ങൾ ആ ഒരു 5 വർഷം എന്തെല്ലാം നടന്നു. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്ത് അങ്ങനെ പോകുമ്പോൾ പിന്നീട് തുടർന്ന് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവരാനുള്ള പ്രയാസങ്ങൾ പലപ്പോഴും വരും. ആ പ്രയാസങ്ങൾ മാറ്റാനും ഇത്തരം വേദികൾ സഹായിക്കും. കാരണം ഈ ഇത്തരം അറിവുകൾ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കാലം വന്ന് പോകുന്നതിന് പകരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായവും ഇല്ല. ഏതായാലും എല്ലാവരെയും അടുത്തറിയാനുള്ള അവസരങ്ങൾ ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോടെ